ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പറന്ന് നടക്കുന്ന വ്യക്തികളാണ്. പെട്ടെന്നൊരു കല്യാണം കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതം കഴിയുമ്പം കൂട്ടിലിട്ട കിളിയായിട്ട് മാറും. അങ്ങനെ അരുതയുടെ ലൈഫിൽ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, എന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ തൊട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ എത്ര വർഷത്തെ സ്നേഹബന്ധമായിരുന്നു, ഫ്രണ്ട്ഷിപ്പ്? സ്നേഹബന്ധം എന്ന് പറയാൻ ഒത്തിരി ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളേക്ക് തോന്നുന്നു ഒരു 15 വർഷം. 15 വർഷം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പണ്ട് സ്കൂളിൽ പോലെ അറിയാമല്ലോ. അത്ര ഈ കൂട്ടുകാരൊക്കെ കല്യാണം അറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? നീയൊക്കെ പറ്റിക്കുമായിരുന്നോ ഞങ്ങളെ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, കുറെ പേര് ഞങ്ങൾ ആക്ച്വലി അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് എനിക്കിപ്പം ഒരാൾ എനിക്ക് അത്രയും പേഴ്സണലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അയാൾ തിരിച്ച്, അത് എൻ്റെ വലിയൊരു ബാഡ് ക്വാളിറ്റിയും കൂടിയാണ്. ലൈക്ക് അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാനായിരുന്നു പിന്നാലെ നടന്നത്. ബിക്കോസ് ഐ തോട്ട് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്യും. സോ അപ്പോൾ പുള്ളി ഇപ്പോൾ തിരിച്ച് ഞാനിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അവനോട് എനിക്ക് ബോറടിക്കുന്നു ബട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ ഫ്രണ്ടാണ്. ഇപ്പം അമ്മയെ മാറ്റാൻ പറ്റില്ലല്ലോ, അച്ഛനെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റിങ്ങനെ എഫേർട്ട് എടുത്ത് വിളിക്കുക, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫുൾ കണ്ടിന്യൂ ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് വർഷം അങ്ങനെ പറയാൻ അറിയില്ല. ഏതായാലും സന്തോഷമാണ്, രണ്ടുപേരും അടിപൊളിയായിട്ട് പോകുന്നു. ഈ രണ്ടുപേരും തിരക്കുള്ളവരാണ്. ഹസ്ബൻഡാണ് എഡിറ്ററുമാണ്, ഹരിതയാണെങ്കിൽ ആക്ട്രസുമാണ്. നിങ്ങളെ എപ്പോഴാണ് ശരിക്കും കാണുന്നത്? ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ വല്ലപ്പോഴാണ് മീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ കാണും. ഞങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, ബിഗ് ബോസ് സീസൺ 7 ഹരിതയുണ്ടോ? ഞങ്ങൾ അറിഞ്ഞതാ. ബിഗ് ബോസ് ഒന്നും ഇട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഹരിത ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇനി ഇപ്പൊ കിട്ടിയാൽ പോകുമോ? പറയാൻ പറ്റില്ല, ഇതുവരെ ഇല്ല. എന്നാലും ഇപ്പൊ ഹരിത ഇപ്പൊ ഒരു ബിഗ് ബോസ് ചാൻസ് കിട്ടി ഹരിത പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള കണ്ടസ്റ്റന്റ് ആരെ പോലെ ആയിരിക്കും? ഇപ്പൊ സ്വഭാവം നോക്കിയ എല്ലാം നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ബിഗ് ബോസ് കംപ്ലീറ്റ്ലി കാണുന്ന ഫോളോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാം. എന്നാലും കപ്പടിച്ചു വരുമോ? പിന്നെ കപ്പടിക്കാനായിരിക്കും ചെയ്യുക, പക്ഷെ ചെല്ലുക. പക്ഷെ ബിഗ് ബോസിൽ അതിങ്ങനെ ഞാനും കേട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരെയും ഈ നാട്ടുകാർ ബിഗ് ബോസിലാക്കിയിട്ടുണ്ട്. സീസൺ 1 മുതൽ എല്ലാവരുടെയും പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിലുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഹരിത, ഇനി സീരിയൽ വിശേഷങ്ങളോട്ട് നമുക്ക് പോകല്ലേ? പുതിയ സീരിയൽ എന്തൊക്കെയാണ്, എന്ത് റോളുകളാണ് ചെയ്യുന്നത്, എങ്ങനെ പോകുന്നു? പുതിയ സീരിയല് സ്നേഹപൂർവ്വം ശ്യാമയാണ് സീരിയലിന്റെ പേര്. അതിൽ ശ്യാമയാണോ? അതെ, ശ്യാമ മാത്രമല്ല, രാധികേര ഡബിൾ റോളാണ്. അമ്മയും മകളുമായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ അമ്മയുടെ കഥ, ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കഥ, ശ്യാമാംബരം എന്ന് പറയുന്ന കഥയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ടോപ്പില് സീരിയൽ പോയിക്കൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിന്റെ സീസൺ 2 ആണ്. അപ്പോൾ അത് സ്നേഹപൂർവ്വം ശ്യാമ, അത് ശ്യാമയുടെ മകളുടെ കഥയാണ്. ബട്ട് അമ്മയും ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഡബിള് ഈ ഡബിൾ റോൾ ചെയ്യുമ്പോൾ എങ്ങനെ കഷ്ടപ്പാടല്ലേ? അയ്യോ, ഇവിടെ വേണമെങ്കിൽ ഞാൻ കരയും. നല്ല കഷ്ടപ്പാടാണ് ആക്ച്വലി. ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഭയങ്കര സ്കിൻ ടോണിലൊക്കെ വ്യത്യാസമുള്ള അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ ഈ ശ്യാമാംബരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്കിൻ ടോൺ മാറ്റും. എന്നിട്ട് അതിനൊരു 1-2 മണിക്കൂർ നമ്മൾ എടുക്കും അതിനു വേണ്ടി മാത്രം. അതെ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ക്യാരക്ടർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ ക്യാരക്ടർ അമ്മയായി. അപ്പൊ മകളുടെ ക്യാരക്ടർ വരുമ്പോൾ അത് വേറെ സ്കിൻ ടോൺ ആണ്. അപ്പം ഒരാളെ നമുക്ക് മേക്ക് ഡൗണും ചെയ്യണം, നമ്മള് മേക്കപ്പും ചെയ്യണം. അപ്പം മേക്കപ്പ് നമ്മൾ അധികം കാര്യമായിട്ട് ചെയ്യുന്നില്ല, ബേസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അമ്മ ക്യാരക്ടർ കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ നരയിടുകയോ അല്ലെങ്കിൽ സ്പെക്സ് വയ്ക്കുക ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത് കോസ്റ്റ്യൂമിലും പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഉള്ള വെച്ചിട്ടാണ് അമ്മ ക്യാരക്ടർ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ചെയ്ത 2 കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടം ഏതാ? അയ്യോ, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. കാരണം ഈ രാധികയുടെ സ്റ്റോറി, ശ്യാമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഫാമിലി ഡ്രാമയാണ് മെയിനായിട്ട് വരുന്നത്. കുറേ ഇമോഷണലി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് അവരൊരു പാട്ടുകാരിയാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ പുള്ളിക്കാരത്തിയാണ് ആ പാട്ടുകാരി എന്ന് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു ഡ്രമാറ്റിക് സീരിയലാണ് ശ്യാമാംബരം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്നേഹപൂർവ്വ ശ്യാമ, അത് രാധികയുടെ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഞാൻ തകർക്കും തീർക്കും കിടക്കും. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒക്കെ കൂടെ ബേസ് ചെയ്ത് വരുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ രണ്ടും 2 രീതിയാണ്. പക്ഷെ ശ്യാമ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. രാധിക ആ ഒരു ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ. അത് ഇപ്പം നിതിൻ ചേട്ടനാണ്
ഹീറോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്നാ വേണം, ആള് പക്ക സപ്പോർട്ടല്ലേ അല്ലേ? അടിപൊളി സൂപ്പർ. ഇപ്പൊ എത്ര ആള് പുറകെ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ പറയല്ലേ, അതൊന്നും എങ്ങനെ ഒരു മനുഷ്യനെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ എങ്ങനെ ആളെ പൊക്കി പറയാം. അതെ അതെ അതെ, ആള് പുറകിലില്ല, ആള് പുറകിലില്ല. വളരെ നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. എന്റെ പുണവ് എന്നാ സ്നേഹം എന്നറിയോ, കാരണം ഇതെല്ലാം നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്തത് നിതിൻ ബ്രോയാണ്. ബ്രോ താങ്ക് യു. അപ്പം എത്രയോളം സീരിയൽ ഇപ്പം ചെയ്തിട്ടുണ്ട്, എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? സീരിയലോ? സീരിയല് 1 2 3 4 ഇത് അഞ്ചാമത്തെ സീരിയൽ. ഈ 5 സീരിയൽ വരുമ്പം തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു, ഏറ്റെടുത്തു. പക്ഷേ സിനിമ വെച്ച് നോക്കുമ്പോൾ സീരിയലിൽ കഥാപാത്രങ്ങളെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ആ സീരിയൽ കഴിയുമ്പോൾ കഥാപാത്രങ്ങളെ മാറ്റുകയും ചെയ്യും. അപ്പോഴും ഹരിതയ്ക്കുള്ള ഒരു വാല്യൂ എന്ന് ഞാൻ കാണുന്നത് ഫേസ് വാല്യൂ ഉണ്ട് അല്ലേ? ശരിക്കും പണ്ട് മുതലേ മറ്റുള്ളവർ തിരിച്ചറിയണം, എനിക്ക് 10 പേര് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആക്ച്വലി ശ്യാമാമ്പരം തൊട്ട് തന്നെ ആളുകൾ തിരിച്ചറിയുന്നത് കുറവാണ്. എന്നുവെച്ചാൽ മിക്കവർക്കും ഇപ്പം നേര്, ഫോർ എക്സാമ്പിൾ നേര് ഇറങ്ങിയപ്പോൾ നേരിലെ അഡ്വക്കേറ്റ് ഈ പറഞ്ഞ ഞാനാണെന്നുള്ളത് കുറെ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അങ്ങനെ ഫോളോ ചെയ്യുന്ന അങ്ങനെ കുറെ പേർക്ക് മനസ്സിലായിട്ടോ, കുറെ പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നേരിൽ ഞാൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഹരിതയാണോ അത് ചെയ്തേ? ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കഥ ഒന്ന് പറഞ്ഞേ. അത് ഞങ്ങളൊരു ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ എന്നോട് ചോദിച്ചു, ചേച്ചി ഏതിനകത്തൊക്കെയാ ഉള്ളത് ചോദിച്ചു. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഒന്നുമില്ല, ഞാൻ അത്ര വലിയ സംഭവം എനിക്കറിയാം. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റേ നിന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ കണ്ടു മനസ്സിലായില്ലടാ അത് വെച്ചിട്ട് ഞാൻ പിന്നെ എടാ നീ സീരിയൽ കാണുന്നില്ല, ഓക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിതിൻ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ബാക്കി ഞങ്ങളുടെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞു, ആ നേര് കണ്ടിട്ടുണ്ട് ചേച്ചി, അല്ല സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു നേര് നീ കണ്ടിട്ടുണ്ട്? നേര് കണ്ടിട്ടുണ്ട് ചേച്ചി. ഓ ചേച്ചി അതായിരുന്നല്ലേ, ഓ ഇപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആവുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു പറഞ്ഞിട്ട് അവനിങ്ങനെ ചേച്ചി ആ വില്ലന്റെ കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് വെച്ചിട്ട്, എന്നുവെച്ചാ വില്ലന്റെ കൂട്ടത്തിലുള്ള ഏതൊരു പെൺകൊച്ചാണ് വിചാരിച്ചിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അതല്ലടാ ഞാൻ എന്നിട്ട് ഞാൻ പതിയെ ഫോൺ എടുത്തിട്ട് ലാലേട്ടന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ചു. എന്തൊരു അവസ്ഥ അതുവരെ ഓക്കെ ആയിരുന്നു ചേട്ടാ. ഇവരെന്നെ തിരിച്ചറിഞ്ഞില്ല, പോട്ടെ ഒരുപാട് പേരെന്നെ തിരിച്ചറിയാത്തവരുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഫ്രണ്ട് ഇരിക്കുന്നവന്മാര് കേട്ടല്ലോ, അതായിരുന്നു എന്റെ പ്രശ്നം. മര്യാദയുള്ളവരാണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ചോദിക്കായിരുന്നു. ഇത് ഈ ഫ്രണ്ട് ഇരിക്കുന്ന നിതിൻ ചേട്ടൻ കേട്ടത് ലൊക്കേഷനായ ലൊക്കേഷൻ മുഴുവൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോഴേ ഇത് തന്നെയാ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ ജാടത്തിണ്ട്. ഓ ലാലേട്ടനോട് ഉപയോഗിച്ച ആളാണ്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, നീ മനസ്സിലാക്കി ഇത് ഞാനാണ്, ഇത് ഞാനാണ്. അത് കുറച്ച് എംബാരസ്ഡ് ആയിരുന്നു. അങ്ങനെ ഡബിൾ റോളൊക്കെ ചെയ്ത് കത്തി നിൽക്കുന്നല്ലേ. ഈ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് സംസാര വിഷയമാണ്, സീരിയലിൽ ചെയ്ത സിനിമ കിട്ടുമോ അല്ലെ കിട്ടത്തില്ലയോ. പക്ഷെ അത് ഹരിത തിരുത്തി. സീരിയൽ നിൽക്കുമ്പോൾ തന്നെ ആണല്ലോ നേരൊക്കെ ചെയ്യുന്നത് തന്നെ. ശരിക്കും അങ്ങനെ പറയുന്നവരോട് എന്തുവാ പറയാനുള്ളത്? കാരണം രണ്ടും അഭിനയം വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? അഭിനയം ഉണ്ട്, സത്യത്തിലുണ്ട് അഭിനയം. കാരണം രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് മീഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സീരിയലും സിനിമയും. ഇപ്പൊ ഈ സിനിമയെ പോലുള്ള ഒരു സംഭവം സീരിയലിൽ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ സീരിയലിൽ പോലുള്ള ഒരു അഭിനയം സിനിമയിൽ കൊണ്ടുവന്നാലോ വർക്ക് ആവില്ല. കാരണം കുറെ ആൾക്കാർക്ക് പറയുന്നുണ്ട് സിനിമ പോലെ ഇറക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ. ഒരു സിനിമ എടുത്ത് നമ്മളൊരു അപ്പം കുറെ എപ്പിസോഡ്സ് ആക്കി നമ്മളത് കട്ട് ചെയ്താലും അത് ഇമ്പാക്ട് ഉണ്ടാവില്ല. അതിന് സീരിയൽ കാണുന്ന ഓഡിയൻസേ വേറെയാ. ഇപ്പൊ കാരണം ആ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണോ അതാണ് സീരിയൽ വഴി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ സീരിയൽ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതേ കാര്യം ആക്ച്വലി ജിത്തു ജോസഫ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പേരിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാരുണ്ട് ഈ സീരിയൽ ചെയ്യുന്നവരെ സിനിമയ്ക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അറിയാം, പുള്ളി കുറെ മിനി സ്ക്രീനിലുള്ള ആൾക്കാർക്ക് കുറേ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറും മണ്ടൻ ചിന്താഗതിയാ. ഇതൊന്നും അല്ലാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് മിനി സ്ക്രീനിൽ. ആക്ച്വലി അദ്ദേഹം പറയുന്ന എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും കൊടുക്കും. പുള്ളി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ തീർച്ചയായിട്ടും കൊടുക്കും. ഈ ഹരിതയുടെ അഭിനയത്തില് ജിത്തു ജോസഫ് സാറ് പറഞ്ഞ എന്തുവാ? ആള് എനിക്ക്
ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതേ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ സീരിയലിൽ നിന്ന് പോയ സിനിമ കിട്ടുമോ അതെ. എന്നുള്ളതാ. കാരണം ഈ ക്ലോസ് ഒക്കെ എടുക്കുമ്പം ആക്ച്വലി ആ ഫിലിമിൽ 3-4 ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലോസ് തന്നെ വെക്കുമ്പോൾ ഈവൻ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ 2 ഷോട്ട് കിട്ടുമെന്ന്. പക്ഷെ ആ സിനിമയിൽ കൂടുതലും 2 ഷോട്ട് ജിത്തു സാർ വെച്ചു. അതെനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ലാലേട്ടനാണ് തൊട്ടടുത്ത് നിന്ന് റിയാക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്താവും മീൻസ് അതൊന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത്രയെങ്കിലും ഓക്കെ ആയിട്ടെങ്കിലും പോകണ്ടേ അദ്ദേഹത്തിനൊപ്പം. അങ്ങനെ ഒരു ഇതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ സീൻസും അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ ക്ലോസിനൊക്കെ കൂടുതൽ 2 ഷോട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് വെച്ചതിന് കാര്യമുണ്ട്. കാരണം ഞാൻ വെരി ജൂനിയർ ആണ്, അദ്ദേഹം വെരി സീനിയർ ആണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹം നാണം കെടുമ്പോൾ അപ്പോൾ പുള്ളിക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ അദ്ദേഹം ഇടുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ചെറുതായിട്ട് ഫേസ് മാറ്റുന്നുണ്ട്. എൻ്റെ മുന്നിൽ നാണംകെടുവാണല്ലോ എന്നോർത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഫേസ് മാറ്റുന്നുണ്ട്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 2 ഷോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളൊരിത് വെക്കുമ്പം എനിക്ക് ഞാൻ കൂടിപ്പോയോ അതോ കുറഞ്ഞു പോയോ ഞാൻ ഓക്കെ ആണോ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. അത് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പം അത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണോ എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു ഡൗട്ട് വെക്കുന്നത് എന്ന് വെച്ചു. നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഈ ക്യാരക്ടറിനെ എടുക്കില്ലല്ലോ. ഇല്ല. അപ്പൊ പറഞ്ഞു പിന്നെ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ മോളെ തീർച്ചയായിട്ടും ഞാനത് പറയും. ഇതുവരെ എനിക്ക് ഓക്കെ ആണ്, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അത് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് സട്ടിലായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് അശ്വതിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് എനർജറ്റിക് ഇങ്ങനെ ഒരു ബബ്ലി പോലെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കുറച്ച് ലിമിറ്റ് ചെയ്താണ് സാറ് പിന്നീട് മാറ്റി. അതും നമ്മൾ ഓർക്കേണ്ടത് കിട്ടിയ റോൾ അഡ്വക്കേറ്റുവാ. പിന്നെ ഇതുപോലെ ഒരു അവസരം കിട്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ചെയ്യണമല്ലോ. പിന്നെ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പൊ അത് വെച്ചിട്ട് സാർ ഓക്കെ ആണ്, അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെന്ന് പറയും. അത് ലൈഫിൽ വലിയൊരു മുന്നോട്ടുള്ള സ്റ്റെപ്പ് തന്നെ ആയിരുന്നു അല്ലേ? ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്തെങ്കിലും എൻ്റെ മനസ്സുമായിട്ട് എൻ്റെ സ്വഭാവമായിട്ട് കണക്റ്റ് ആയ ഒരു കഥാപാത്രം ഏതായിരിക്കും? അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പം ഞാൻ ചെയ്തൊരു അല്ലല്ലോ, ഉത്തരം ഉണ്ട്. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ആലോചിക്കുമ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ആയിട്ട് പോയിട്ടുണ്ട്. അല്ലാതെ എന്നെ പോലൊരു ക്യാരക്ടർ ഞാനിപ്പോൾ ഈ ശ്യാമ, രാധിക അങ്ങനെയുള്ള ഞാൻ ചെയ്ത സീരിയലിൽ മിക്കതും ഈ ഹീറോയിൻസ് ഭയങ്കര പാവങ്ങളായിരിക്കും. മറ്റേ വായിൽ വിരലിട്ട കടിക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ പാവം പിടിച്ച പിള്ളേരായിട്ട്. ഞാൻ അത്ര പാവമൊന്നുമല്ല. റിയൽ ലൈഫിൽ ആയിരുന്നു പാവമാണോ? അല്ല. ഞാനിപ്പോ പാവന്ന് പറയാം. എന്റെ എന്റെ വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോ അവര് സത്യം പറയില്ലേ, ഫസ്റ്റ് കമന്റ് വരുന്ന വീട്ടിൽ അമ്മ എനിക്കറിയാമോ പാവോ വീട്ടിലോട്ട് ആ കാണിച്ചു തരാം. ഇല്ല, അത്ര പാവമൊന്നുമല്ല. അത്ര പാവമായി സീരിയലിലെ നായകന്മാരെ പോലെ പാവമായിട്ടുള്ള മനുഷ്യരൊന്നും ഈ ലോകത്തില്ല. അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറി അല്ലേ. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോളുകൾ ഏതാ? ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉള്ളത്, അല്ലാതെ സീരിയലിലും സിനിമയിലും അങ്ങനെയൊന്നല്ല. ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട നടൻ ആരാ? ലാലേട്ടൻ. ലാലേട്ടനോട് തന്നെ അഭിനയിച്ചല്ലോ. എന്നാൽ ഇനിയും എനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള നടൻ ആരായിരിക്കും? ഒന്ന് ഞാൻ മമ്മൂക്ക, പൃഥ്വിരാജുണ്ട്, നിവിൻ പോളി മലയാളത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വിജയ്, സൂര്യ, പിന്നെ ഷാരൂഖ് ഖാൻ, ഇഷ്ടം പോലെ പേരുണ്ട്. എല്ലാരും എടുത്തോളൂ. ഇത് എത്ര നാൾ കൊണ്ട് അഭിനയിക്കണം? അതൊന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരുപാട് ചെറിയ ആഗ്രഹങ്ങളല്ല, ആഗ്രഹങ്ങൾ വലുതാ. ഒരുപാട്